തൃശ്ശൂർ വാഴക്കോടുള്ള HP-യുടെ പെട്രോൾ പമ്പിലാണ് ഇന്ന് തീപിടുത്തമുണ്ടായത്. ഈ തീപിടുത്തം ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ പമ്പിൽ നിന്ന് നേരത്തെ ഇവിടുത്തെ ടാങ്കിൽ വെള്ളം കയറിയിട്ട് അവിടെ കുറച്ച് പെട്രോൾ കലർന്ന വെള്ളം സൂക്ഷിച്ചിരുന്നു. അത് ആ വെള്ളം ആ ടാങ്കിൽ നിന്ന് ലീക്കായിട്ടാണ്, അതായത് ആ ഡ്രമ്മിൽ നിന്ന് ലീക്കായി നേരെ റോഡിലേക്ക് ഒഴുകി പോവുകയായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങളായി സമാനമായ രീതിയിൽ ഇതിങ്ങനെ ഒഴുകി പോകുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ വെള്ളം ഒഴുകിപ്പോയി പമ്പിന് പുറത്തുള്ള ഈ കടകളെല്ലാം ഉള്ള ഭാഗത്ത് അവിടെ നിന്നാണ് തീപ്പൊരി ഈ വെള്ളത്തിലേക്ക് കലർന്നത്. പെട്രോൾ കലർന്ന വെള്ളമായതിനാൽ തന്നെ ഈ തീപ്പൊരി ആളി പടരുകയാണ് ഉണ്ടായത്. പമ്പിൻ്റെ ഈ ഒരു ഭാഗത്ത്, അതായത് പ്രധാനപ്പെട്ട ഭാഗത്തേക്കൊന്നും തന്നെ തീ പടർന്നില്ല. പക്ഷേ ഈ ഒരു ഭാഗത്ത് ടാങ്ക് ഉൾപ്പെടെയുള്ളവ ഈ ഒരു ഭാഗത്തേക്കാണ് തീ പടർന്ന് എത്തിയത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ ആകെ തന്നെ തീ പടർന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ പമ്പ് ജീവനക്കാരും അതിനോടൊപ്പം തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും എത്തിയാണ് ഇവിടെ തീ അണയ്ക്കാനുള്ള പ്രാഥമികമായ ശ്രമങ്ങൾ തുടങ്ങിയത്. പെട്രോൾ ടാങ്കിൽ വെള്ളം ഇറങ്ങി. അപ്പോൾ സെയിൽ നിർത്തി വെച്ചിട്ട് കമ്പനി വന്നിട്ട് അത് അടിയിൽ നിന്നുള്ള വെള്ളം ചാമ്പ് ചെയ്തിട്ട് ഒരു 2 ഡ്രമ്മിൽ മാറ്റി വെച്ചിരുന്നു. അതിൽ നിന്നിപ്പോൾ കുറേശ്ശെ ഡ്രോപ്പായിട്ട് ഇവിടെ ഉറവെള്ളം പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതിലൂടെ റോട്ടിൽ നിന്നാണ് തീ കയറി വന്നത്. ആരോ സിഗരറ്റ് വലിച്ചിട്ടത് എങ്ങനെയെന്ന്. ഇവിടെ സൂക്ഷിച്ചിരുന്ന പെട്രോൾ കലർന്ന വെള്ളമാണ് ഇത് ഊർന്നിറങ്ങി റോഡിലേക്കെല്ലാം തന്നെ പോയിരുന്നത്. പക്ഷേ ഈ റോഡിലേക്കെല്ലാം തന്നെ പോയ സമയത്ത് അവിടെ നിന്നുള്ള കടകളുടെ പരിസരത്തേക്ക് ഉൾപ്പെടെ എത്തിയ സമയത്ത് നാട്ടുകാർ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയതായിരുന്നു. പക്ഷേ അതിൽ കൃത്യമായ നടപടി എടുക്കാത്തത് വലിയൊരു വീഴ്ചയായി തന്നെയാണ് ഈ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഒരാഴ്ചയായി തുടങ്ങി ഈ പെട്രോൾ ഞാൻ ഒഴുകി പോയി തുടങ്ങിയിട്ട് വെള്ളത്തിൽ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങൾ എല്ലാവരും കൂടി താഴത്തുനിന്നുള്ള ഈ കടക്കാരനും എല്ലാവരും ഇവരോട് വിവരം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരത് ശ്രദ്ധപ്പെടുത്തിയിട്ടില്ല. തൊട്ടടുത്ത് ഭാരത വിദ്യാഭ്യാസ സ്കൂളാണത്. അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരെന്താ പറയുക? ഒരു ചെറിയ അശ്രദ്ധ അത് എത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് വഴിവെക്കുമെന്നുള്ളതാണ് ഇവിടെ ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം നേരത്തെ നാട്ടുകാർ സൂചിപ്പിച്ചിരുന്ന കാര്യങ്ങൾ അത് ഗൗരവത്തോടു കൂടി എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടാകില്ലായിരുന്നു. ഇത് വലിയ തോതിൽ ഈ തീ ആളി പടർന്നിരുന്നെങ്കിൽ തൊട്ടടുത്ത് സ്കൂൾ ഉൾപ്പെടെയുള്ളവയുണ്ട്, വലിയ ഒരു അപകടം ഉണ്ടായേനെ. പക്ഷേ എന്തായാലും ഭാഗ്യം കൊണ്ടാണ് കൂടുതൽ ഇടങ്ങളിലേക്ക് തീ പടരാതിരുന്നത്. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.